ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു നെല്ലിക്ക അരിഷ്ടമാണ് കാണിച്ചു തരാൻ പോണത് കേട്ടോ. നെല്ലിക്ക ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയുണ്ട് നെല്ലിക്കയിൽ കേട്ടോ. വൈറ്റമിൻ സിയുടെ നല്ലൊരു പ്രകൃതിദത്ത ഉറവിടമാണിത്. ആരോഗ്യത്തിനും മുടിക്കും ചർമ്മത്തിനുമെല്ലാം ഒരുപോലെ ഇത് ഗുണകരവുമാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നു എന്നതാണ് പ്രധാന ഗുണം. ഓറഞ്ചിലും നാരങ്ങയിലും അടങ്ങിയിരിക്കുന്നതിനേക്കാൾ വൈറ്റമിൻ സി നെല്ലിക്കയിലുണ്ട്. പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ പരിഹരിക്കാൻ നെല്ലിക്കയ്ക്ക് കഴിയും. പുരാതന കാലം മുതൽക്കേ നെല്ലിക്കയുടെ ഗുണത്തെ പറ്റി ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന നെല്ലിക്ക ടോണിക്ക് ശരീരത്തിലെ കൊഴുപ്പ് കളഞ്ഞ് തടി കുറയ്ക്കാനും ചർമ്മത്തിനും മുടിക്കും പ്രതിരോധശേഷി നൽകാനുമെല്ലാം സഹായിക്കുന്ന ഒന്നാണ്. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നെല്ലിക്ക മാത്രമല്ല, നെല്ലിക്കക്കൊപ്പം മസാലകളും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ നെല്ലിക്ക കഴുകി നനവ് പോക്കി എടുത്തിട്ടുണ്ട്. 1 കിലോ നെല്ലിക്ക ആണെങ്കിൽ 1 കിലോ ശർക്കര തന്നെ വേണം കേട്ടോ. അതൊന്ന് കുത്തി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായി വേണ്ടത് കുരുമുളക്, പട്ട, പൂവ്, ഏലക്ക, ജാതിപത്രി എന്നതാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു ഭരണിയാണ്. നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം കേട്ടോ. ഒരു തുള്ളി നനവ് പോലും പറ്റില്ല. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റായിട്ട് നെല്ലിക്ക ഒരു ലെയറാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ശർക്കര കുത്തി പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്പൈസസ് ഒരു 3 ഭാഗമാക്കി മാറ്റി വെക്കുക. അതിലൊരു ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. 3 ലെയറാക്കി വേണം നമ്മുടെ സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതാ നെല്ലിക്കയും ശർക്കരയും നമ്മുടെ മസാല ഒക്കെ ഇട്ട് കൊടുത്ത് ഇതാ ഭരണി ഫുള്ളായിട്ടുണ്ട്. ഭരണി ഫുള്ളായതല്ലേ, ഇനി ഇത് അരിഷ്ടമായിട്ട് വരുമ്പോൾ നിറഞ്ഞൊഴുകുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. കാരണം ഇത് വറ്റിപ്പോകും. അപ്പോൾ ഇതാ ഇനി ഇതേപോലത്തെ ഒരു കോട്ടൻ്റെ തുണി എടുത്ത് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. ഓരോ 5 ദിവസം കഴിയും തോറും തുറന്ന് നമുക്ക് ഇതേപോലെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഒരു ഫസ്റ്റത്തെ 5ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴുള്ള നമ്മുടെ നെല്ലിക്കയുടെ അവസ്ഥയാണിത്. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഇതുപോലെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി ഈ നെല്ലിക്കയുടെ സത്തൊക്കെ ആ ശർക്കരയിലേക്ക് ഇറങ്ങി നന്നായിട്ട് മിക്സായിട്ട് വരും. അങ്ങനെ ഇതേപോലെ ഇടയ്ക്ക് ഒരു 5 ദിവസം കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ 41ാമത്തെ ദിവസം നമുക്കിത് ഇതുപോലെ ഊറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.